ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഓടപ്പൂ പോലത്തെ ഒരു പൂവാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ക്രേ പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു യെല്ലോ ക്രേ പേപ്പറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഈ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ക്രേ പേപ്പറിൻ്റെ 2 സൈഡ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ നല്ല വശം നമ്മൾ കാണുന്ന രീതിയിൽ ഇങ്ങനെ മടക്കാം. ഒരു സൈഡിൽ ഡാർക്ക് ഷെയ്ഡും അടുത്തതിൽ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡുമാണ് വരുന്നത്. അപ്പോൾ ഡാർക്ക് ഷെയ്ഡ് കാണുന്ന രീതിയിൽ നമ്മളിങ്ങനെ മടക്കിയെടുക്കാം. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മളിവിടെ നിവർത്തിയിട്ട് താഴെ ഗമ്മ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഗമ്മ തേച്ചിട്ട് നല്ലോണം ഒട്ടിക്കണം. ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ. തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് ഇങ്ങനെ ഒട്ടിക്കാം. ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മളിത് ഇങ്ങനെ മടക്കണം. ഈ രീതിയിൽ മടക്കാം. എന്നിട്ട് ജസ്റ്റ് ഇത് പക്ഷേ ഒട്ടി വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊന്നത് ഇങ്ങനെ നിവർത്തിയിട്ട് ഇതിൻ്റെ ഈ ഉൾവശത്ത് 2 ഭാഗത്തും ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 സൈഡിലും അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ ഭാഗം ഉള്ളോട്ട് കയറ്റിയിട്ട് ഒട്ടിക്കാം. നല്ലോണം ഒട്ടിക്കണം. ഇത് നമുക്ക് നല്ലോണം ഒട്ടി റെഡിയാവുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമുക്കിനി ഇതിൻ്റെ മിഡിൽ വരുന്ന പൂമ്പൊടി ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 3 ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡയറി മിൽക്കിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ആ ഒരു ചോക്ലേറ്റ് പൊതിഞ്ഞിട്ടുള്ള കവറാണ്, അലുമിനിയം ഫോയിലിൻ്റെത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ബീഡ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്യാം. എന്നിട്ട് ബാക്കി ഭാഗം രീതിയിൽ നമ്മൾ എന്നിട്ട് ഇത് കട്ട് ചെയ്യാട്ടോ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ 3 ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളിലേക്ക് വെക്കുക. ജസ്റ്റ് നല്ലോണം അമർത്തി കൊടുത്താൽ മതി, സെറ്റായിരിക്കും. ഇത് കുറച്ച് കട്ടിയുള്ളതാണ്. നോർമലി അലുമിനിയം ഫോയിൽ കുറച്ചുകൂടെ തിന്നായിരിക്കും. ഇത് കുറച്ച് കട്ടിയുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരെണ്ണം കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളത് ചെയ്തിട്ട് ഇത് 3 കൂടെ നമ്മൾ ഒരു കയർ വെച്ച് ചുറ്റാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപേ തന്നെ ഒരു ഇർക്കിളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ജസ്റ്റ് ഇതൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ചുറ്റിയെടുക്കുന്നത്. ഇങ്ങനെ നല്ല രീതിയിൽ കൂട്ടി പിടിച്ചിട്ട് നമ്മൾ നൂല് വെച്ചിട്ട് നല്ല ടൈറ്റിൽ തന്നെ കെട്ടുക, അല്ലെങ്കിൽ ലൂസായി പോട്ടോ. നല്ല ശക്തിയിൽ പിടിച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ പൂമ്പൊടി ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാവും ഫൈനൽ ലുക്ക് പൂമ്പൊടീൻ്റെ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഇതില്ലേ പൂവിൻ്റെ ഒരു ബേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് കാണുന്നില്ലേ, ഈ രീതിയിൽ കൂട്ടി പിടിച്ചിട്ട് ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു മിഡിലായിട്ട് ഇങ്ങനെ കാണുന്ന രീതിയിൽ ഇങ്ങനെ വെക്കട്ടോ. നോർമലി ഓടപ്പൂവിൻ്റെ ഉള്ളിൽ പൂമ്പൊടി ഉണ്ടാവാറില്ല. അതായത് നമ്മൾ ചെയ്യുന്നതിൽ ഇങ്ങനെ കൊടുത്ത് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ ഭാഗം നമ്മൾ നൂല് വെച്ചിട്ട് നല്ലോണം കെട്ടി കൊടുക്കുക. നല്ല ടൈറ്റിൽ ചെയ്യണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം സംഭവിച്ച പോലെ ലൂസായി പോവും. ഇങ്ങനെ നല്ലോണം ചുറ്റിയിട്ട് നമ്മൾ കെട്ടണം, എന്നാലും കുറച്ചുകൂടി സെക്യൂറായിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ. ഇങ്ങനെ ചെയ്യാം. നമ്മൾ ഒരുപാട് ദിവസമായി ഫ്ലവറിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഫിനിക്സ് ക്രേ പേപ്പറിനെ കുറച്ചും കൂടെ കട്ടിയായിട്ടുള്ള ഫിനിക്സ് പേപ്പറാണ്. അത് നമുക്കിത് ഇങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും. കാണുന്നില്ലേ, ഈ രീതിയിൽ നമുക്കിതിങ്ങനെ വലിച്ചെടുക്കാം. കാണുന്നില്ലേ, ഈ രീതിയിൽ ഇതിൻ്റെ ഇതളുകളൊക്കെ നമുക്കിങ്ങനെ നല്ലൊരു ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. കണ്ടോ. അപ്പം ഇവിടെ നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ ചെയ്യാം കേട്ടോ. അല്ലേ, നമുക്ക്
ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇനി നമ്മളിത് താഴേക്കുള്ള ഭാഗത്ത് പച്ചക്കറി പേപ്പർ ചുറ്റി കൊടുക്കട്ടോ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളിതിൽ ഇവിടെ ഗം അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് പേപ്പർ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തത് നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ റോൾ ചെയ്തിട്ട് ഒട്ടിക്കാം. ഇടയ്ക്ക് പശ തേച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി സെക്യൂറായിട്ട് നിന്നോളൂ. ഈ രീതിയിൽ ചുറ്റി കൊടുക്കാം. താഴെ നമ്മൾ ഗമ്മ തേച്ചിട്ട് ഒട്ടിക്കട്ടോ. നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ഇതിന് ലീഫ് സെറ്റാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ ഫ്ലവർ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ക്രേ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ, ഫിനെക്സ് കയ്യിലുണ്ടെങ്കിൽ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പുതിയ എന്തെങ്കിലും ഫ്ലവേഴ്സ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ കമൻസിൽ കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അറിയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.